വെൽക്കം ടു കിഡോ ഹെവൻ. ഹായ് കിഡ്സ്, നമ്മൾ ഇന്ന് മലയാളം എക്സാമിന് എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആർ യു റെഡി? ഓക്കേ. അപ്പൊ ഞാന് കുറച്ച് വാക്കുകൾ, നമ്മൾ പഠിച്ച കുറച്ച് വാക്കുകൾ ഇവിടെ എഴുതാൻ പോവാണ്. നോക്കിക്കേ. ഒട്ടകം. ഓക്കേ. എലി, ചവണ. ഓക്കേ. മാങ്ങ. അടുത്തത് നഖം, ഏണി, ഗജം. ഇത്രയും വാക്കുകൾ നിങ്ങൾ എഴുതാൻ പഠിച്ചു വെക്കണം. ഇതിന്റെ ചിത്രങ്ങൾ തന്നിട്ട് പേര് എഴുതാൻ ചോദിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വാക്കുകൾ എഴുതാൻ പഠിച്ചു വെക്കുക. ഒട്ടകം, എലി, ചവണ, മാങ്ങ, നഖം, ഏണി, ഗജം. ഇത്രയും വാക്കുകൾ നിങ്ങൾ എഴുതാൻ പഠിച്ചു വെക്കുക. ഒട്ടകത്തിന്റെ ചിത്രം കാണുമ്പോ ഒട്ടകം എന്ന് എഴുതാൻ നിങ്ങൾക്ക് കഴിയണം. എലിയുടെ ചിത്രം കാണുമ്പോ എലി എന്ന് എഴുതാൻ കഴിയണം. ചവണയുടെ ചിത്രം കാണുമ്പോ ചവണ എന്ന് എഴുതാൻ കഴിയണം. മാങ്ങയുടെ ചിത്രം കാണുമ്പോ മാങ്ങ ഇതുപോലെ എഴുതാൻ നിങ്ങൾക്ക് കഴിയണം. നഖത്തിന്റെ ചിത്രം കാണുമ്പോ നഖം എന്ന് എഴുതാൻ കഴിയണം. ഏണിയുടെ ചിത്രം കാണുമ്പോ ഏണി എന്ന് എഴുതാൻ കഴിയണം. ആനയുടെ ചിത്രം കാണുമ്പോ ഗജം എന്ന് എഴുതാൻ കഴിയണം. ആനയുടെ ചിത്രം കാണുമ്പോ ആന എന്ന് ഒരാളും എഴുതി വെക്കരുത് കേട്ടോ. ആനയുടെ ചിത്രം കാണുമ്പോ ഗജം എന്ന് എഴുതണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇത്രയും വാക്കുകൾ നന്നായിട്ട് എഴുതാൻ പഠിച്ചു വെക്കാം. ചിത്രങ്ങൾ തന്നിട്ട് അതിന്റെ പേരുകൾ എഴുതാൻ ചോദിക്കാറുണ്ട്. മനസ്സിലായോ? ഓക്കെ. പിന്നെ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതുപോലെ ചിത്രങ്ങൾ തന്നിട്ട് അതില് വിട്ടുപോയ ചിഹ്നങ്ങൾ എഴുതാൻ. ഓക്കെ. ചിഹ്നങ്ങൾ ഇവിടെ തന്നിട്ടുണ്ടായിരിക്കും, ചിത്രങ്ങളും തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ വാക്ക് നോക്കിയിട്ട് അതില് വിട്ടുപോയ ചിഹ്നം ചേർത്ത് കൊടുക്കണം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ 4 ചിഹ്നങ്ങൾ വരുന്ന വാക്കുകൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ. ഈ 4 ചിഹ്നങ്ങൾ വരുന്ന വാക്കുകൾ പഠിച്ചു വെക്കുക. ഓക്കെ. ഇവിടെ നോക്കിക്കേ, ഇതെന്താണ്? ചെടിയാണ് അല്ലെ? ചെടി. നമ്മൾ ഏത് ചിഹ്നം വെച്ചിട്ടാണ് ചെടി എന്ന് പഠിച്ചത്? എ ചിഹ്നം വെച്ചിട്ട് അല്ലെ? ഓക്കെ. ഇതിൽ ഏതാണ് എ ചിഹ്നം? ഇതല്ലേ? അപ്പൊ ആ ചിഹ്നം നോക്കിയിട്ട് ഇവിടേക്ക് എഴുതി കൊടുക്കുക, ചെടി. ഓക്കെ. അടുത്തത് എന്താ? മൈന. ഓക്കെ. മൈന എന്ന് നമ്മൾ ഏത് ചിഹ്നം വെച്ചാണ് പഠിച്ചത്? ഐ ചിഹ്നം വെച്ചല്ലേ പഠിച്ചത്? ഇതിൽ ഏതാണ് ഐ ചിഹ്നം? ഏതാണ്? ഇതാണ് അല്ലെ? വെരി ഗുഡ്. അപ്പൊ ഇത് നോക്കിയിട്ട് ഇതുപോലെ താഴേക്ക് എഴുതുക. മൈന. കറക്റ്റ് ആയില്ലേ? ഓക്കെ. അടുത്ത എന്താ? ഔഷധം. ഓക്കെ. ഔഷധം എന്ന് പറയുമ്പോൾ ഇവിടെ ചിഹ്നം മിസ്സിംഗ് ആണ്. ഇതിൽ ഏത് ചിഹ്നമാണ് ഔഷധത്തിന്റെ ചിഹ്നം? ഇതാണ് അല്ലേ? അപ്പോ ഔ എന്ന് എഴുതി കൊടുക്കുക. ഇപ്പൊ എന്തായി? ഔഷധം. കറക്റ്റ് അല്ലേ? ലാസ്റ്റ് വൺ എന്താണ്? തേൻ. നമ്മൾ ഏത് ചിഹ്നം വെച്ചിട്ടാണ് തേൻ എന്ന് പഠിച്ചത്? ഏ ചിഹ്നം വെച്ചാണ് അല്ലേ? അപ്പോ ഏ ചിഹ്നം ഇവിടെ എഴുതി കൊടുക്കുക. ഇപ്പൊ എന്തായി? തേൻ. ഓക്കെ. അപ്പോ എക്സാമിന് ഈ 4 ചിഹ്നങ്ങള് ചേർത്ത് എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങള് ഈ ചിഹ്നങ്ങൾ വരുന്ന വാക്കുകൾ പഠിച്ചു വെക്കാം. പിന്നെ എക്സാമിന് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ട് അതിന്റെ ഉത്തരം എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു 4 ചോദ്യങ്ങൾ പറഞ്ഞു തരാം. അതിന്റെ ഉത്തരം നിങ്ങൾ എഴുതാൻ പഠിച്ചിരിക്കണം. ഉത്തരത്തിന്റെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും കേട്ടോ. 2 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതില് കറക്റ്റ് ഉത്തരം ഏതാ നോക്കിയിട്ട് എഴുതി കൊടുക്കാനാണ് വരുന്നത്. ഇപ്പൊ ഞാൻ ചോദ്യങ്ങൾ പറഞ്ഞു തരാം. ഇവിടെ നോക്കിക്കേ. അസുഖം വരുമ്പോൾ കഴിക്കുന്നതെന്ത്? നമ്മൾ അസുഖം വരുമ്പോൾ കഴിക്കുന്നത് എന്താ? ഔഷധാണോ ചോളം ആണോ? അസുഖം വരുമ്പോൾ കഴിക്കുന്നത് എന്താണ്? ഔഷധാണ് അല്ലെ? അപ്പോ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിലെ ഔഷധം എന്ന് നിങ്ങൾ നോക്കിയിട്ട് എഴുതണം. ഓക്കെ. അടുത്തത് എല്ലാം നശിപ്പിക്കുന്ന ജീവി. എല്ലതും നശിപ്പിക്കുന്ന ജീവി ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓപ്ഷൻസ് ഉണ്ട്. ഒട്ടകം, എലി. ഒട്ടകാണോ എല്ലാം നശിപ്പിക്കുന്നത്? അല്ല. ആരാണ്?
എലി. അപ്പൊ നിങ്ങൾ എലി നോക്കിയിട്ട് എഴുതി കൊടുക്കണം. ഓക്കെ, അടുത്ത ചോദ്യമാണ് ആകാശത്തിന് പറയുന്ന മറ്റൊരു പേര്. മേഘം, അമ്പരം. ഇതിലേതാണ് ആകാശത്തിന്റെ പേര്? ഏതാണ്? അമ്പരം. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ അമ്പരം എന്ന് നോക്കിയിട്ട് ആ ചോദ്യത്തിന്റെ അടുത്ത് എഴുതി കൊടുക്കുക. ഓക്കെ, അടുത്താണ് തെങ്ങിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. മാങ്ങ, തേങ്ങ. തെങ്ങിൽ നിന്ന് നമുക്ക് എന്താ ലഭിക്കുന്നത്? തേങ്ങയല്ലേ? അപ്പൊ തേങ്ങ നിങ്ങൾ എഴുതി കൊടുക്കുക. മനസ്സിലായോ? ഈ 4 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻസ് കാണുമ്പോൾ അതിൽ നിന്ന് എഴുതാൻ കഴിയണം. ഓക്കെ, അസുഖം വരുമ്പോൾ കഴിക്കുന്നത് ഔഷധം. എല്ലാം നശിപ്പിക്കുന്ന ജീവി എലി. ഓക്കെ, ആകാശത്തിന് പറയുന്ന മറ്റൊരു പേര് അമ്പരം. ഓക്കെ, തെങ്ങിൽ നിന്നും ലഭിക്കുന്നത് തേങ്ങ. ഈ 4 ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഈ ഓപ്ഷൻസ് നിന്ന് അതിന്റെ ഉത്തരം എടുത്തെഴുതാൻ കഴിയണം. ഓക്കെ, അത് പഠിച്ചു വെക്കാം. മനസ്സിലായില്ലേ? ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കുന്നതാണ് ഇങ്ങനെ വാക്കുകൾ തന്നിട്ട് അതിലെ വിട്ടുപോയ അക്ഷരം എഴുതാന്. ഇവിടെ ബ്രാക്കറ്റിലെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ശരിയായ അക്ഷരം നോക്കിയിട്ട് ആ വാക്കിൽ എഴുതി കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഇവിടെ ഏലം എന്നാണ് വരേണ്ടത്. ഏലം. ഇവിടെ എ എന്ന അക്ഷരം മിസ്സിംഗ് ആണ്. ഇതിൽ ഏതാണ് എ? ഇതാണോ എ? അല്ല, ഇതാണ് എ. അപ്പൊ അത് നോക്കിയിട്ട് ഇവിടേക്ക് എഴുതി കൊടുക്കാം. അപ്പൊ എന്തായി? ഏലം. ആ വാക്ക് കറക്റ്റ് ആയില്ലേ? അടുത്ത എന്താണ്? കടുവ എന്നാണ്. ഇവിടെ ക എന്ന അക്ഷരം മിസ്സിംഗ് ആണ്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണ് ക? ഇതില്ലേ ക. അപ്പൊ അത് നോക്കിയിട്ട് ഇവിടേക്ക് എഴുതി കൊടുക്കാം. കടുവ. കറക്റ്റ് അല്ലേ? അടുത്ത എന്താണ്? ഗദ എന്നാണ്. ഗദ. ഓക്കെ, ഗദയുടെ ഗ മിസ്സിംഗ് ആണ്. ഓപ്ഷൻസ് നോക്കിക്കേ. ഇതിൽ ഏതാണ് ഗ? ഏതാണ് ഗ? ഇതാണ് ഗ. അപ്പൊ അത് ഇവിടെ എഴുതി കൊടുത്തു. ഗദ. കറക്റ്റ് ആയി. അടുത്തത് ഓല എന്നാണ്. ഓല. ഇവിടെ ഓ എന്ന അക്ഷരം മിസ്സിംഗ് ആണ്. ഇവിടെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൽ ഏതാണ് ഓ? ഏതാണ് ഓ? ഇതാണ് ഓ. അപ്പൊ അത് ഇവിടെ എഴുതി കൊടുത്തു. ഓല. കറക്റ്റ് ആയില്ലേ? ഓക്കെ, അടുത്തത് ഞണ്ട്. ഞണ്ട്. ഞണ്ട് എന്നുള്ളില് ഞ എന്ന അക്ഷരം മിസ്സിംഗ് ആണ്. ഇതിലേതാണ് ഞണ്ടിന്റെ ഞ? ഇതിലേതാണ് ഞണ്ടിന്റെ ഞ? ഇതാണ് അല്ലെ? നമ്മൾ ഈ അക്ഷരം വെച്ചിട്ടാണ് ഞണ്ട് എന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോ ആ ഞ എന്ന അക്ഷരം ഇവിടെ എഴുതി കൊടുക്കുക. അപ്പൊ കറക്റ്റ് ആയി. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ വാക്കുകൾ തന്നിട്ട് അതിൽ വിട്ടുപോയ അക്ഷരം എഴുതാൻ ചോദിക്കൂ കേട്ടോ. അക്ഷരങ്ങള് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്നും കറക്റ്റ് അക്ഷരം നോക്കിയിട്ട് വാക്കിലേക്ക് എഴുതി കൊടുക്കാനാണ് ചോദിക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെ വാക്കുകൾ തന്നിട്ട് അതിന്റെ ശരിയായ ചിത്രത്തിലേക്ക് വരച്ചു കൊടുക്കാൻ. ഓക്കെ, ഒട്ടകം. അപ്പോ ഒട്ടകം എന്ന ചിത്രത്തിലേക്ക് വരച്ചു കൊടുക്കാം. ചക്രം. ചക്രം എന്ന് വെച്ചാൽ എന്താ? കുട. ഓക്കെ, അപ്പോ ചക്രം എന്ന വാക്കിനെ കുട എന്ന ചിത്രത്തിലേക്ക് വരച്ചു കൊടുക്കാം. ഹംസം. ഹംസം എന്ന് വെച്ചാൽ ആരാണ്? അരയന്നം. വെരി ഗുഡ്. അപ്പോ ഹംസം എന്ന വാക്കിനെ ഈ അരയന്നത്തിന്റെ ചിത്രത്തിലേക്ക് വരച്ചു കൊടുക്കാം. കോഴി. ഓക്കെ, ഇതിലേതാണ് കോഴി? അപ്പൊ കോഴി എന്ന വാക്കിനെ കോഴി എന്ന ചിത്രത്തിലേക്ക് വരച്ചു കൊടുക്കാം. എലി. ഓക്കെ, എലി എന്ന വാക്കിനെ എലി എന്ന ചിത്രത്തിലേക്കും വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ എക്സാമിന് ഇതുപോലെ വാക്കുകളും ചിത്രങ്ങളും വരച്ചു കൊടുക്കാനും ചോദിക്കാറുണ്ട്. പിന്നെ എക്സാമിന് ലാസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്താണത്? പാട്ട് പാടാൻ ചോദിക്കാറുണ്ട് അല്ലേ? അപ്പൊ എല്ലാവരും നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ എന്റെ വീട് എന്ന ആ പാട്ടൊന്ന് പഠിച്ചു വെക്കാം. നമുക്കതൊന്ന് പാടി നോക്കിയാലോ? എന്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്, അമ്മയുള്ള അച്ഛനുള്ള അനിയനുള്ള വീട്, പാട്ടുപാടി തന്നിടും എന്റെ പൊന്നു മുത്തച്ഛൻ, 100 കഥകൾ പറയും ഞങ്ങളുടെ മുത്തശ്ശി. എന്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്, ഒരുമയോടെ ഞങ്ങളെല്ലാം പാർത്തിടുന്ന വീട്. ഈ ഒരു പാട്ട് നിങ്ങൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കാം. നമുക്കൊന്നുകൂടെ ഒന്ന് പാടി നോക്കിയാലോ? എന്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്, അമ്മയുള്ള അച്ഛനുള്ള അനിയനുള്ള വീട്, പാട്ടുപാടി തന്നിടും
എന്റെ പൊന്നു മുത്തച്ഛൻ. 100 കഥകൾ പറയും ഞങ്ങളുടെ മുത്തശ്ശി. എന്റെ കൊച്ചു വീട് സ്നേഹമുള്ള വീട്, ഒരുമയോടെ ഞങ്ങളെല്ലാം പാർത്തിടുന്ന വീട്. അപ്പൊ നിങ്ങൾ ഈ ഒരു പാട്ട് മലയാളം എക്സാമിന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മലയാളം എക്സാമിന് നന്നായിട്ട് പഠിക്കുക. നല്ല കുട്ടികളായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും മലയാളം എക്സാമിന് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Like and subscribe.